ഡോക്ടർ APJ അബ്ദുൽ കലാം ഓർമ്മയായിട്ട് ഇന്ന് 10 കൊല്ലം തികയുകയാണ്. ഇന്ത്യൻ ജനതയെ പ്രചോദിപ്പിക്കുകയും വികസന സ്വപ്നങ്ങൾ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്ത ഡോക്ടർ APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം ഓർമ്മയായിട്ട് ഇന്ന് 10 കൊല്ലം തികയുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഉള്ളൊരു യാത്രയാണ് ഇനി അടുത്തത്. ഇന്ത്യൻ യുവതയെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തു ആ വലിയ മനുഷ്യൻ. ജനതയോട് കർമ്മോത്സുകതയെക്കുറിച്ച് നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യ കണ്ട ഏറ്റവും ജനപ്രിയനായ രാഷ്ട്രപതി കുട്ടികളുമായി സംസാരിക്കാൻ ആഗ്രഹിച്ചു. അവർക്ക് വാക്കുകളിലൂടെ പ്രചോദനം നൽകാൻ കൊതിച്ചു. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് പത്രവിതരണം നടത്തി വിദ്യാഭ്യാസത്തിനുള്ള പണം കണ്ടെത്തിയിരുന്ന ബാലനിൽ നിന്നും ഇന്ത്യയുടെ രാഷ്ട്രപതിയിലേക്കും രാജ്യത്തെ പ്രചോദിപ്പിക്കുന്ന ധൈഷണിക വ്യക്തിത്വത്തിലേക്കുമുള്ള ഡോക്ടർ കലാമിന്റെ യാത്ര ഒരു പോരാട്ടമായിരുന്നു. ഫൈറ്റർ പൈലറ്റ് ആകാനായിരുന്നു മോഹമെങ്കിലും ഇന്ത്യയുടെ മിസൈൽ മാനായാണ് പരിണമിച്ചത്. ഇന്ത്യയുടെ 2ാം ആണവ പരീക്ഷണങ്ങളുടെ നേതൃത്വം വഹിച്ചതും തദ്ദേശീയമായി വികസിപ്പിച്ച സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെയും ബാലിസ്റ്റിക് മിസൈലിന്റെയും വികസനത്തിന്റെ ഏകോപന ചുമതല വഹിച്ചതും ഡോക്ടർ കലാമായിരുന്നു. ഇന്ത്യയുടെ 11ാം രാഷ്ട്രപതിയായി ചുമതലയേറ്റെടുത്ത ഡോക്ടർ അബ്ദുൽ കലാം രാഷ്ട്രത്തിന്റെ ഭാവിയെപ്പറ്റിയും രാജ്യത്തിന്റെ കരുത്തിനെപ്പറ്റിയും തലമുറകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. 2015 83ാം വയസ്സിൽ ഷിലോങ്ങിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ വിദ്യാർത്ഥികളുമായി സംസാരിക്കുന്നതിനിടെ ഉണരാത്ത ഉറക്കത്തിലേക്ക് അദ്ദേഹം കുഴഞ്ഞു വീണു. ഡോക്ടർ APJ അബ്ദുൽ കലാമിന് 24ന്റെ സ്മരണാഞ്ജലി. റിസർച്ച് ഡെസ്ക് 24. ഇന്ത്യ ഉള്ളിടത്തോളം കാലം ഈ ലോകമറിയുന്ന ശാസ്ത്രജ്ഞനെ, ഈ മിസൈൽ സയൻറ്റിസ്റ്റിനെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കും, അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വേണം. നമ്മൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മളെ ഉറക്കാതാക്കുന്നതാണ് സ്വപ്നം.